ഹായ് ഫ്രണ്ട്സ്, ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്കപ്പോഴേ അറിയാമായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇന്നയാളാണ് ജയിക്കുക, ആ മണ്ഡലത്തിൽ ഇന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ. ഇത് ഈ ഇലക്ഷൻ്റെ കാര്യം മാത്രമല്ല, മറ്റ് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം ആളുകൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും ഇവർ മനഃപൂർവ്വം കള്ളം പറയുന്നതാണോ, അതല്ല ഇവർ അറിയാതെ പറഞ്ഞു പോകുന്നതാണോ? എന്താണ് ഇതിൻ്റെ സൈക്കോളജി? നമുക്ക് നോക്കാം. വെൽക്കം ടു വാട്ടർ ക്യൂരിയോസിറ്റി. ഒരു കാര്യം നടന്നതിന് ശേഷം അതെനിക്ക് അറിയാമായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നത് സാധാരണയായിട്ട് നമ്മളൊരു വീമ്പിളക്കലോ പൊങ്ങച്ചം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സ്വന്തം കാര്യമാണെങ്കിൽ തന്നെ ചിലർ നടന്നതിന് ശേഷം എനിക്കത് അറിയാമായിരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചില പ്രിക്കോഷൻസ് എടുത്തതെന്നും അത് മുൻകൂട്ടി കൊണ്ടതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ഇത് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലും ചിലർ പറയാറുണ്ട്. എനിക്ക് ചിലപ്പോൾ ഡിവോഴ്സുകൾ, അവർ ആ ഡിവോഴ്സ് നടക്കുമായിരുന്നു എനിക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അതുപോലെ പൊതുകാര്യങ്ങളിലും രാഷ്ട്രീയമാണെങ്കിലും പല കാര്യങ്ങളിലും അങ്ങനെ ആളുകൾ നടന്നതിന് ശേഷം ഇതെനിക്കറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷേ പഠനങ്ങൾ പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അവർ പ്രവചനം നടത്തിയിരുന്നെങ്കിൽ ഭൂരിഭാഗവും തെറ്റായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആളുകൾ തെളിവ് മുഖേന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ആളുകൾക്ക് ഓർമ്മ കാണില്ല. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. മനുഷ്യർ ഇങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർ കള്ളം പറയുന്നതല്ല. ഇത് ഒരു എവല്യൂഷണറി ട്രേറ്റ് ആണ്. അതായത് തലച്ചോറിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു സംഭവമാണിത്. നമുക്ക് ഇതിന് ഹൈൻസൈറ്റ് ബയാസ് എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. ന്യൂ ഇറ്റ് ഓൾ എലോങ് ഫിനോമിനോൺ എന്നും പറയാറുണ്ട്. ഇത് തലച്ചോറിൻ്റെ ഒരു കള്ളക്കളിയാണ്. ഇത് മനുഷ്യ സഹജമായ ഒരു ട്രേറ്റ് ആണ്. പലപ്പോഴും ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇത്രയേറെ തെളിവുകളും പോയിന്റുകളൊക്കെ ഉണ്ടായിട്ട് ഇത്ര പ്രശസ്തരായ ആളുകളൊക്കെ എന്താണ് അന്ന് ആ നിലപാടുകൾ എടുത്തിരുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് ആ സംഭവം നടന്നതിന് ശേഷമാണ് അത്രയും തെളിവുകളോ പോയിന്റുകളോ അല്ലെങ്കിൽ നമുക്ക് വിശകലനങ്ങളൊക്കെ ലഭിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് അത്ര ഇതൊന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ആ അവസ്ഥ, അന്നത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന പിഴവാണ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് കാരണം. ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ വളരെ പരിമിതമായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായൊരു പ്രവചനം നടത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും ആ പരിമിതമായ വിവരങ്ങൾ വെച്ച് നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരും. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ അത് ശരിയായി ഭവിക്കുകയും ചെയ്യും. പക്ഷെ ഭൂരിഭാഗ അവസരങ്ങളിലും തെറ്റാവാനാണ് സാധ്യത. അങ്ങനെ ശരിയായി വരുന്ന അവസരങ്ങളിൽ നമ്മൾ ആ ഫലത്തോടൊപ്പം പോവുകയാണ് ചെയ്യുക. അതേസമയം അത് തെറ്റിയിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ തലച്ചോറ് ആദ്യത്തെ എല്ലാ ഓർമ്മകളും മായ്ച്ചു കളയുകയാണ് ചെയ്യുക. നിലവിൽ എന്താണോ സംഭവിച്ചത് അതിൻ്റെ വിശകലനത്തോടൊപ്പം കുറേ പോയിന്റുകളൊക്കെ പുതുതായിട്ട് വരുമല്ലോ കൂടുതൽ. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് നേരത്തെ അറിയാവുന്നതായിട്ട് തലച്ചോറ് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ അത് വിളിച്ചു പറയുകയും ചെയ്യും. അതാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. ഇത് ഒരുതരം മെമ്മറി അപ്ഡേഷൻ ആണെന്നും പറയാം. ഇനി എന്തുകൊണ്ടാണ് തലച്ചോറ് പിന്നെ നമ്മളിങ്ങനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നതും ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ പൊങ്ങച്ചക്കാരനൊക്കെ ആക്കി മാറ്റുന്നതിനും എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നോക്കാം. ഒന്നാമതായി കോഗ്നിറ്റീവ് എഫിഷ്യൻസി ഉണ്ടെന്ന് കാണിക്കാനുള്ളൊരു തന്ത്രമാണിത്. അതായത് നമുക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ. അതായത് ലോകം വളരെ പ്രവചനാതീതവും അപ്രതീക്ഷിതമായ സംഭവങ്ങളൊക്കെ നടന്നതാണെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് വളരെ ഉത്കണ്ഠയും ആശങ്കകളൊക്കെ ഉണ്ടാവും. അതേസമയം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറച്ചൊക്കെ പ്രവചനങ്ങളൊക്കെ ശരിയാവുന്നുണ്ട്, നമുക്ക് നമ്മളെ വിശകലനങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് ആശങ്കകളൊക്കെ കുറയും, ഉത്കണ്ഠകളൊക്കെ കുറയും, കുറച്ച് ആശ്വാസം ഉണ്ടാകും. അതാണ് ഒരു കാരണം. രണ്ടാമത് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന കാലം മുതലേ വേട്ടയാടലും അത്ര സാഹചര്യങ്ങളിലൊക്കെ അപകട നിലകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്ര അപകട സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ട ആവശ്യമാണ്. അത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ നിഗമനങ്ങൾ ശരിയാണ് എന്ന് സ്വയം ബോധ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ചില അടിയന്തര സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അപ്പം അത്തരം കോൺഫിഡൻസുകൾ, ആത്മവിശ്വാസം ഉണ്ടാവുകയും ധൈര്യശാലികളാക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തലച്ചോറ് ഇങ്ങനെ ഒരു തന്ത്രങ്ങൾ മെനയുന്നതെന്നാണ് വേറെ ഒരു കാരണം പറയുന്നത്.
മറ്റൊരു കാരണം ഇൻ്റലക്ച്വൽ സുപ്പീരിയോറിറ്റി. അതായത് മനുഷ്യൻ കൂട്ടമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അതിനിടയിൽ ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇമേജ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ആ ഗ്രൂപ്പിനുള്ളിൽ നല്ല ദീർഘവീക്ഷണവും നിരീക്ഷണ പാഠവും അതുപോലെ ബുദ്ധിമാനെന്നൊക്കെ സ്ഥാപിക്കാനുള്ള ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കേണ്ട അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില നിഗമനങ്ങൾ തെറ്റാണ് എന്ന് സമ്മതിക്കുന്നത് തൻ്റെ ഈഗോയെ ബാധിക്കുന്നതിനാൽ ആ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്താം. ഇതൊരു ഡിഫെൻസ് മെക്കാനിസം കൂടിയാണ്. മറ്റൊരു കാരണം ഇല്യൂഷൻ ഓഫ് കൺട്രോളാണ്. അതായത് തനിക്ക് എല്ലാം മുൻകൂട്ടി അറിയാം എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്ന സമയത്ത് ഒരു മാനസിക സംതൃപ്തി ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞു പരിണാമപരമായൊരു പ്രശ്നമാണ്, നേരത്തെ തന്നെ ഉള്ളതാണ്, മനുഷ്യ സഹജമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് നിലവിലെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാം മുൻകൂട്ടി കാണുന്ന ഒരാളാണെന്നുള്ള അമിത ആത്മവിശ്വാസം ചില തെറ്റായ ധാരണകൾ നമ്മളിൽ തന്നെ ഊട്ടിയുറപ്പിക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമ്മളെ ചില പ്രശ്നങ്ങളിലേക്ക് ചാടിച്ചേക്കാം. രണ്ടാമത് ഇത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുന്ന ഒരു ഇതുണ്ടാക്കും. കാരണം മറ്റുള്ളവരുടെ മേൽ ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുക, പിന്നെ അതേപോലെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നില്ലേ ഞാനെപ്പോഴേ പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മേൽ ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുക, നമ്മളതിൽ നിന്ന് ഒഴിയുകയും ചെയ്യുന്നൊരു ഇതുണ്ടാവും. ഇത് പലപ്പോഴും നമ്മളെ എന്താ പറയുക സാമൂഹിക ജീവിതത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില സംഭവങ്ങളിൽ നമ്മൾ അത് ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മൾ ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭാവിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ പ്രശ്നങ്ങൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ഇല്ലെങ്ങനെയാണ് നമ്മളെ സൊല്യൂഷൻസ് എന്താണെന്നുള്ളതാണ്. ഇത് ഡീബയാസിങ് ടെക്നിക്സ് എന്ന് പറയും. ഇത് പൂർണ്ണമായിട്ടും വിജയിക്കണമെന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒന്ന് സെൽഫ് ഡിസ്റ്റൻസിങ് എന്ന് പറയും. അതായത് നമ്മളിന്ന് വിട്ടിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്തും അത് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച്, അതായത് ഒരു സംഭവത്തിന് മുമ്പ് തന്നെ നമ്മൾ പിന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളോട് തന്നെ ചോദ്യം അതെങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യത, അതിൻ്റെ മറ്റ് വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് എഴുതി വെക്കുന്നതാണ് ഒരു വഴി. സാധ്യമായിട്ടുള്ള മറ്റ് ഓപ്ഷനുകൾ, അതായത് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിന് പല ഓപ്ഷനുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ കണ്ടെത്തി നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുകൊണ്ടാണ് സാധാരണയായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മിനിറ്റ്സ് എഴുതി വെക്കുന്നത്, എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. പിന്നീട് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഞാനപ്പോഴേ പറഞ്ഞില്ലേ എന്നുള്ള സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. അതുപോലെ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അതിനെപ്പറ്റി പഠിക്കുക, അതിൻ്റെ പാളിച്ചകൾ പഠിക്കുക, അത് അനലൈസ് ചെയ്യുക. അപ്പോൾ ഭാവിയിൽ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് എന്താ പറയുക കൂടുതൽ നോട്ട് ചെയ്ത് വെക്കാനും ഇത്തരം ഞാനപ്പോഴേ പറഞ്ഞില്ലേ എനിക്കറിയാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള നമ്മളെ വർത്തമാനങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വിഷയമായി കാണുന്നവരെ നമസ്കാരം.